നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ കിടന്ന് ഓണം ആഘോഷിച്ച ബിനുവിനെ AKG സെന്റർ ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ ഓണാഘോഷത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ 7 പോലീസുകാർക്കെതിരെയാണ് നടപടി വരുന്നത്. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ 7 പേരെയും AR ക്യാമ്പിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി സ്റ്റേഷനിലെത്തിയ പ്രതികളെ ഒപ്പിട്ട ശേഷം മടക്കി അയക്കേണ്ടിയിരുന്നു എങ്കിലും അവർക്ക് അവിടെ തുടരാനും ഓണാഘോഷത്തിൽ പങ്കെടുക്കാനും അവസരം ലഭിച്ചതാണ് പ്രധാന വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നത്. പ്രതികളും പോലീസുകാരും തമ്മിൽ നേരത്തെ എന്തെങ്കിലും ധാരണയുണ്ടായിരുന്നോ, ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഉദ്യോഗസ്ഥർ ബോധപൂർവം അവസരമുണ്ടാക്കിയതാണോ തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം തുടരുകയാണ്. കേസിലെ പ്രതികളായ നിതിൻ രാജും IP ബിനുവും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ പോലീസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇരുവരെയും ജാമ്യം റദ്ദാക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയ പ്രതികൾ നടപടിക്രമം പൂർത്തിയാക്കിയ ശേഷം മടങ്ങിപ്പോകേണ്ടതായിരുന്നു. എന്നാൽ ഇവ സ്റ്റേഷനിൽ തുടരുകയും പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തതാണ് കേസിൽ പുതിയ വഴിത്തിരിവിന് കാരണമായത്. ഒപ്പിടാൻ മാത്രം അനുമതി, പക്ഷേ ആഘോഷത്തിലും പങ്കെടുത്തു. ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി നിശ്ചിത ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടാനായിരുന്നു പ്രതികൾക്ക് അനുമതി. എന്നാൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതികൾ ഒപ്പിട്ട ശേഷം മടങ്ങിപ്പോയില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. സ്റ്റേഷനിൽ നടന്ന ഓണാഘോഷ പരിപാടികളിലും ഇവർ പങ്കെടുത്തു. ഊഞ്ഞാലാടുന്നതും ചെണ്ട കൊട്ടുന്നതും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടിയാണ് സംഭവം പുറത്തറിയുന്നത്. 2 ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് പോലീസ് പറയുന്നു. നിതിൻ രാജും IP ബിനുവും ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ആരോപണം. സാക്ഷികളുമായോ അവരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളവരുമായോ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റവും വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതും ഉൾപ്പെടെ കാര്യങ്ങൾ പോലീസ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികൾക്ക് പോലീസ് സ്റ്റേഷനിലെത്താൻ അനുമതി ഉണ്ടായിരുന്നത് ഒപ്പിടുന്നതിന് വേണ്ടി മാത്രമായിരുന്നുവെന്നും അതിനുശേഷം അവിടെ തുടരാൻ അവകാശം ഉണ്ടായിരുന്നില്ല എന്നുമാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തും ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. പ്രതികൾ സ്റ്റേഷനിലെത്തിയതും ഒപ്പിട്ടതും തുടർന്ന് അവിടെ തുടരുന്നതും തടയേണ്ട ഉത്തരവാദിത്തം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കായിരുന്നു. എന്നാൽ പ്രതികൾ പോലീസുകാരോടൊപ്പം ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതോടെ പ്രതികളും ചില പോലീസുകാരും തമ്മിൽ നേരത്തെ ധാരണയുണ്ടായിരുന്നോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സ്റ്റേഷനിലെ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടുകൂടി സംഭവം വലിയ വിവാദമായി മാറുകയാണ്. SHOയ്ക്കെതിരെ നേരത്തെയും നടപടിയുണ്ടായിരുന്നു. സംഭവത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ SHO പ്രശാന്തിനെ നേരത്തെ തന്നെ തൃശൂരിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ ചുമതല ഒഴിഞ്ഞു. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളും പരിശോധിച്ചത്. ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി സ്റ്റേഷനിലെത്തിയ പ്രതികളെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളും അല്ലാതെയും ഒക്കെ പ്രചരിക്കുന്ന ഈ വാർത്തയുമായി ബന്ധപ്പെട്ട IP ബിനു തന്നെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. തുടരുന്ന മാധ്യമ വിചാരണ. ഇക്കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 22-ാം തീയതി ED ആക്രമണ കേസിൽ ജാമ്യം ലഭിച്ചവർ ബിനു IP ഉൾപ്പെടെ ജാമ്യ വ്യവസ്ഥ പ്രകാരം ഒപ്പിടാനായി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസുകാരുടെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി റോഡ് സൈഡിൽ മരത്തിൽ കെട്ടിയിരുന്ന ഊഞ്ഞാലിൽ കയറി ആടി. ആ ദൃശ്യം IP ബിനു തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചതാണ് ഇപ്പോൾ കേരളം നേരിടുന്ന പ്രധാന വിഷയം. ഏതൊരു മലയാളിക്കും ഊഞ്ഞാലും ചെണ്ടമേളവും അത്തവും ഒക്കെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒന്ന് തന്നെയാണ്. ബിനു ധരിച്ച ഷർട്ടും പോലീസുകാരുടെ ഷർട്ടും ഒന്ന് എന്നാണ് ഈ വിചാരണ നടത്തുന്നവരുടെ പ്രധാന കണ്ടുപിടുത്തം. എന്നാൽ ഈ ജനം TV നൽകുന്നത് മനസ്സിലാക്കാം. പക്ഷേ നിഷ്പക്ഷർ എന്ന് പറയുന്നവരുടെ എന്തിനാണ് ഒരു വ്യക്തിയെ പിന്നാലെ നടന്ന് ദ്രോഹിക്കുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. ഇനി റോഡിൽ കെട്ടിയിരുന്ന ഊഞ്ഞാലിൽ അല്ലേ ആടിയിട്ടുള്ളൂ? പോലീസ് സ്റ്റേഷനുള്ളിൽ അല്ലല്ലോ ഊഞ്ഞാല് കെട്ടിയിരുന്നത്. ഇത്രയും വാർത്താ ദാരിദ്ര്യം കേരളത്തിലുണ്ടോ? ബിനുവിന്റെ പേരിൽ പോക്സോയോ കൊലപാതകമോ ഗുണ്ട ആക്ടോ ഒന്നും തന്നെ ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ മുകളിൽ ഞാൻ പറഞ്ഞതൊക്കെ മാധ്യമ തമ്പുരാന്മാരെ വിളിച്ച് പറയേണ്ടത് CPM നേതൃത്വം ആയിരുന്നു. പക്ഷേ തലസ്ഥാനത്തെ CPM നേതാക്കൾ മൗനവ്രതത്തിൽ ആയതുകൊണ്ടാണ് എന്നെ പോലെയുള്ളവർ ഇത് പറയേണ്ടി വന്നത്. ഇനി ഇത് പറയാൻ ഞാൻ ആര് എന്ന് ചോദിച്ചാൽ 3 പതിറ്റാണ്ടായി ബിനുവിന്റെ സുഹൃത്താണ്. അതായത് ബിനുവിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ള ഒരാളുടെ, ബിജു കുമാർ എന്ന് പറയുന്ന ആളുടെ ഒരു പോസ്റ്റാണ് ഇത്.
3 പതിറ്റാണ്ടായി ബിനുവിന്റെ സുഹൃത്താണ്. അധികാരമുള്ളവന്റെ കൂടെ നിൽക്കുന്നതല്ലല്ലോ സൗഹൃദം എന്ന് പറയുന്നത്. കോടതി കുറ്റക്കാരനാണ് എന്ന് വിധിക്കുന്നത് വരെ കുറ്റാരോപിതർ മാത്രമാണ് ബിനു. ഇപ്പോഴേ കോടതിക്ക് മുകളിൽ കയറി നിങ്ങൾ മാധ്യമങ്ങൾ ദയവായി വിധി പറയരുത്. പാവം പിടിച്ച പോലീസുകാർക്ക് ട്രാൻസ്ഫർ വാങ്ങി നൽകാൻ നിങ്ങൾക്ക് സാധിച്ചു. NB താഴെ കാണുന്ന വീഡിയോ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബിനു IPയുടെ ചെണ്ടമേളം അരങ്ങേറ്റം ദിവസത്തെയാണ്. ഇനി ഈ വീഡിയോ എടുത്ത് ED കേസ് പ്രതി നിയമത്തെ വെല്ലുവിളിച്ച് പൊതുനിരത്തിൽ ചെണ്ടയടിച്ചു എന്ന് ദയവായി വാർത്ത കൊടുത്തേക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോയും പങ്കുവെച്ചുകൊണ്ടാണ് വരുന്നത്. തീർത്തും സൂക്ഷ്മമായ നിരീക്ഷണം. ഞാൻ 2003 മുതൽ അറിയുന്നവൻ, പൂർണ്ണ പിന്തുണ, രാഷ്ട്രീയത്തിനപ്പുറം, വ്യക്തി ജീവിതത്തിൽ ഞാൻ വീണ സമയങ്ങൾ രാഷ്ട്രീയം നോക്കാതെ എൻ്റെ കുടുംബത്തോടൊപ്പം നിന്നവരാണെന്ന് പറഞ്ഞിട്ട് IP ബിനുവിന് ഒരുപാട് പിന്തുണയുമായി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുന്ന സദാ ഉപകാരിയായ ബിനുവിന് അത് തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ സങ്കടകരമാണ്. അയാൾ ഇത്രയും കാലം ജീവിച്ചത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് എന്ന് ആരും മറക്കരുത്. പറയേണ്ട കാര്യം വെട്ടി തുറന്ന് പറയണം. ഞാൻ IPയെ പരിചയപ്പെടുന്നത് മാധ്യമങ്ങൾക്ക് അറിയില്ല. ഞാൻ മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല വാർത്ത കൊടുക്കുന്ന ടീംസ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ IP ബിനുവിനെ ഒരു കൂട്ടർ ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്നുമുണ്ട്. എന്നാൽ IP ബിനു ചെയ്ത് തെറ്റാണ് എന്ന് മറുവശവും പറയുന്നവരുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ IP ബിനുവുമായി ബന്ധപ്പെട്ട് നിരവധി തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും IP ബിനു അങ്ങനെ വെറുതെ അവിടെ വന്ന് ചെണ്ട അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി തന്നെ ഒത്താശ ലഭിച്ചിട്ടുണ്ടാകാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ ഈ ഒരു പോസ്റ്റ് ചോദ്യമുണ്ട്, IP ബിനു പോക്സോ കേസിലോ കൊലപാതക കുറ്റത്തിലോ അല്ലല്ലോ അകത്ത് കിടക്കുന്നത് എന്നുള്ളത്. എന്ത് തന്നെയായാലും ED ആക്രമിക്കുക എന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും കേന്ദ്ര ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് അത് ശിക്ഷാർഹം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. What?